പൂക്കളെയും പൂമ്പാറ്റകളെയും ഒക്കെ സ്നേഹിച്ച ഒരു നേതാവ് ഷെരീഫ് ഉസ്മാൻ ഹാദി ബംഗ്ലാദേശിൽ അജ്ഞാതൻ്റെ വെടിയേറ്റ് കൊല്ലപ്പെട്ടു. കേരളത്തിൽ വലിയ പ്രശ്നമായിരുന്നു. പ്രത്യേകിച്ചും മീഡിയ ഓൺ ചാനലിൻ്റെ അടിപ്പൂട്ടി ചർച്ചകൾ കരച്ചിലായിരുന്നു. കാരണം അത്ര വലിയ ദേശീയ നേതാവാണ്. ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന് വലിയ നന്മ നൽകാനായിട്ട് ചെയ്യാൻ ആഗ്രഹിച്ച ഒരു നേതാവായിരുന്നു ഷെരീഫ് ഉസ്മാൻ ഹാദി. ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തുക, ഇന്ത്യയെ ഖണ്ഡം ഖണ്ഡമായിട്ട് മുറിക്കുക, ഇന്ത്യയെ കത്തിക്കുക തുടങ്ങി വലിയ രീതിയിലുള്ള ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകളുമായിട്ട് ഇന്ത്യ എങ്ങനെയെങ്കിലും നശിപ്പിക്കുക, ഇന്ത്യയുമായിട്ടുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കുക എന്ന തരത്തിൽ അങ്ങനെ നിരവധി ആരോപണങ്ങളും നിരവധിയായിട്ടുള്ള ശ്രമങ്ങളും വിഘടനവാദ ശ്രമങ്ങളുമൊക്കെ നടത്തി അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ, അതായത് അവിടുത്തെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്കെതിരെ കൂടി കൃത്യമായ രീതിയിൽ മുന്നൊരുക്കങ്ങളോടുകൂടി മുന്നോട്ട് പോയ ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടപ്പോൾ ഇവിടെ വലിയ സങ്കടമായിരുന്നു ബുദ്ധിജീവികൾക്കും മീഡിയ ഓൺ ചാനലിനുമൊക്കെ. അല്ലെങ്കിലും ബുർഹാൻ വാണിയോ അഫ്സൽ ഗുരുവോ അല്ലെങ്കിൽ അതേപോലുള്ള എല്ലാ നേതാക്കന്മാർ കൊല്ലപ്പെടുകയോ അല്ലെങ്കിൽ അവർക്കെന്തെങ്കിലും അപകടമുണ്ടായാൽ പോലും, അവർക്കൊരു മുറിവുണ്ടായാൽ പോലും ഇവിടുത്തെ ബുദ്ധിജീവികളൊന്നും സഹിക്കില്ല. മീഡിയ ഓൺ അതിൽ ഏറ്റവും അഗ്രഗണ്യമായിട്ടുള്ള സ്ഥാനത്ത് നിൽക്കുന്ന ഒരു ചാനലാണ്. അതായത് ജമായത്തെ ഇസ്ലാമിയുടെ ചാനലായ മീഡിയ ഓൺ നാളിതുവരെയും സംരക്ഷിച്ചു പോയ ഒരു രീതിയുണ്ട്. ഒരു ഇടത് മുഖംമൂടി, ഒരു ചുമന്ന മുഖംമൂടി അണിഞ്ഞുകൊണ്ട് വിഷയത്തെ സമീപിക്കുകയും ആ വിഷയങ്ങളിലൊക്കെയും തങ്ങളുടെ ഭീകരവാദ പ്രത്യയശാസ്ത്രങ്ങൾ കുത്തിച്ചെരുകയും ചെയ്യുന്ന ഒരു ചാനലാണ് മീഡിയ ഓൺ. അതുകൊണ്ടാണ് അവർ നിരോധിക്കപ്പെട്ടതും. ഈ ചാനലിൽ മറ്റൊരു പ്രത്യേകത സൂക്ഷിച്ചു നോക്കേണ്ട കാര്യം തന്നെയില്ല. ഈ ഷെരീഫ് ഉസ്മാൻ ഹാദി കൊല്ലപ്പെട്ടതിനോടനുബന്ധിച്ച് തന്നെ അവിടെ ദീപു ചന്ദ്രദാസ് എന്ന മാന്യനായ ഒരു ചെറുപ്പക്കാരൻ കൂടി കൊല്ലപ്പെട്ടു. ഒരു അല്പനിമിഷമെങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയുവാനായിട്ട് മീഡിയ ഓൺ ചാനലോ കേരളത്തിനകത്തുള്ള ബുദ്ധിജീവികളോ തയ്യാറായില്ല എന്നുള്ളതാണ് വസ്തുത. അതായത് ഹമാസിൽ വലിയ രീതിയിലുള്ള പ്രശ്നം പാലസ്തീനിൽ ഉണ്ടാകുമ്പോൾ, ഇസ്രായേൽ ആക്രമണമൊക്കെ നടക്കുമ്പോൾ വലിയ സങ്കടമാണ്. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബുർഹാൻ വാണിയോ യാസിൻ മാലിക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇടത് ഭീകരവാദികളോ ഒക്കെ കൊല്ലപ്പെടുമ്പോൾ മാത്രമേ അവരുടെ കണ്ണീര് അല്പമെങ്കിലും ഒന്ന് ചലിപ്പിക്കുകയുള്ളൂ. ദീപു ചന്ദ്രദാസ് കൊല്ലപ്പെട്ടപ്പോൾ നിശബ്ദമായിരുന്നു ഇവിടുത്തെ അവസ്ഥ. അതിനുശേഷം ഗോവിന്ദാസ് വലിയ രീതിയിലുള്ളൊരു ആക്രമണത്തിന് വിധേയമായി. എന്തായിരുന്നു ദീപു ചന്ദ്രദാസിന് നേരിട്ട ആക്രമണം? പോലീസിനായിരുന്നു ആദ്യം ദീപു ചന്ദ്രദാസിനെ കിട്ടിയത്. അതായത് തൻ്റെ സഹപ്രവർത്തകൻ ദീപു ചന്ദ്രദാസ് മതനിന്ദ നടത്തിയെന്ന ആരോപണം ഉന്നയിച്ചു. തെറ്റായ ആരോപണമാണ് എന്ന് ദീപു ചന്ദ്രദാസ് കരഞ്ഞ് ആ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നു തന്നെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ചെവിക്കൊള്ളുവാനായിട്ട് അവിടുത്തെ പോലീസ് പോലും തയ്യാറായില്ല. അവർ ഇദ്ദേഹത്തെ പിടിച്ച് നേരെ ഈ ഭീകരവാദികൾക്കിടയിലേക്ക് ഇട്ടുകൊടുത്തു. എന്തായിരുന്നു അതിൻ്റെ പരിണിത ഫലം? തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കി പിന്നീട് ചുട്ടുകൊളുത്തി പറത്തിക്കളയുകയായിരുന്നു ദീപു ചന്ദ്രദാസിനെ. ഗോവിന്ദാസ് എന്ന ട്രക്ക് ഡ്രൈവറിൻ്റെ കാര്യവും വലിയ വ്യത്യാസമൊന്നും ഇതിനുണ്ടായില്ല. അദ്ദേഹം ഗുരുതരമായ അവസ്ഥയിൽ ഇപ്പോഴും ഹോസ്പിറ്റലിൽ കഴിയുകയാണ്, ആശുപത്രിയിൽ കഴിയുകയാണ്. ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകികൾക്കെതിരെ അതിശക്തമായ നടപടികൾ കൈക്കൊള്ളുമെന്ന് അവിടുത്തെ മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാർ പറയുകയുണ്ടായി. പക്ഷേ അതിന് യാതൊരു രീതിയിലുള്ള പുരോഗമനം ഇതുവരെയും ഉണ്ടായില്ല. ദീപു ചന്ദ്രദാസിൻ്റെ കൊലപാതകികളായ ഭീകരന്മാർ ഇപ്പോഴും ബംഗ്ലാദേശിൻ്റെ തെരുവോരങ്ങളിലുണ്ട്. അവർ വളരെ സ്വതന്ത്രമായി നടക്കുന്നു. അപ്പോൾ അതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ളൊരു ചെറുവിരൽ ബംഗ്ലാദേശിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ട. തസ്ലീമ നസ്ലിൻ പറഞ്ഞത് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ അത്യധികം ഭയാനകമായ ക്രൂരതയാണ് ദീപു ചന്ദ്രദാസിന് ബംഗ്ലാദേശിൽ അനുഭവിക്കേണ്ടി വന്നത്. ഇത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഹിന്ദു കൂട്ടക്കൊലകൾ ബംഗ്ലാദേശിൽ നടക്കുന്നുണ്ട്. പക്ഷേ പുറത്ത് നമ്മൾ അറിയുന്നത് വളരെ കുറച്ച് എന്ന് മാത്രമേ ഉള്ളൂ. പ്രത്യേകിച്ചും ഇപ്പോൾ ബംഗ്ലാദേശ് പാകിസ്ഥാൻ്റെ പിടിയിൽ അമർന്നിരിക്കുകയാണ്. പാകിസ്ഥാൻ ISI ആണ് ബംഗ്ലാദേശിനെ നിയന്ത്രിക്കുന്നത്. പാകിസ്ഥാൻ തന്നെ 1970-കളിൽ പറഞ്ഞുവിട്ട റസാക്കർമാരാണ്
ബംഗ്ലാദേശിൻ്റെ ഏറ്റവും പൂർണ്ണമായ രീതിയിൽ ബംഗ്ലാദേശിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. അവരുടെ ആർമിയിൽ 40 മുതൽ 45% വരെ റസാക്കർമാരുണ്ട്. മുഹമ്മദ് യൂനസ് അവരെ പിന്തുണയ്ക്കുന്ന ആളാണ്. ഇതിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ശബ്ദം ഉയർത്തിയിരുന്നത് ഇത്തരം രീതിയിലല്ലാതെ വളരെ കൃത്യമായി നല്ല ജനാധിപത്യപരമായ രീതിയിൽ മുന്നോട്ട് പോയിരുന്ന സർക്കാരായിരുന്നു അവാമി ലീഗിൻ്റെ സർക്കാർ. ഇങ്ങനെ അവാമി ലീഗ് മുന്നോട്ട് പോയാൽ ഈ പ്രതിപക്ഷ പാർട്ടികൾക്കൊന്നും അവിടെ നിലനിൽപ്പുണ്ടാകില്ല. ബംഗ്ലാദേശിൽ പല പ്രസ്ഥാനങ്ങളും ഈ അടുത്ത ഇടയായിട്ട് രൂപം കൊണ്ടുവന്നു. അതിലൊന്നാണ് ഇൻക്വിലാബ് മഞ്ച്, ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ ഇൻക്വിലാബ് മഞ്ച്. ഇവർ തുടക്കം മുതൽ തന്നെ അവിടുത്തെ വിഘടനവാദികൾ, അവിടുത്തെ മതവാദികൾ ഇവർക്കൊപ്പമായിരുന്നു, അവിടുത്തെ ഭീകരവാദികൾക്ക് ഒപ്പമായിരുന്നു. അവരുടെ ഓരോ ചലനങ്ങളും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്കിത് മനസ്സിലാവുന്നതാണ്. കാരണം അത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഇസ്ലാമിസ്റ്റ് വിഭാഗങ്ങളിൽ നിന്നുണ്ടായാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീവ്രവാദി വിഭാഗങ്ങളിൽ നിന്ന് ഉണ്ടായാൽ, ഷെരീഫ് ഉസ്മാൻ ഹാദിയും ടീമും അവരെ നെഞ്ചോട് ചേർത്ത് പിടിക്കാൻ യാതൊരു മടിയും കാണിച്ചിട്ടില്ല. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ നേതൃത്വത്തിലുള്ള ഇൻക്വിലാബ് മഞ്ച്. അപ്പോൾ ഇതിനിടയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മുന്നേറ്റം ജമാഅത്തെ ഇസ്ലാമിക്ക് ഉണ്ടാകണമെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇന്ത്യ വിരുദ്ധത ഉണ്ടാക്കിയാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഇന്ത്യ വിരുദ്ധതയ്ക്ക് പേരുകെട്ട ഷെരീഫ് ഉസ്മാൻ ഹാദിയെ ജമാഅത്തെ ഇസ്ലാമി തന്നെ കൊലപ്പെടുത്തിയത് എന്നതാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന ഒരു അറിവ്. കാരണം ജമാഅത്തെ ഇസ്ലാമിയുടെ അഡ്വക്കറ്റാണ് ഈ ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകി ഇതിനു മുന്നേ തന്നെ 2 തവണ ജാമ്യത്തിലെടുത്ത് വിട്ടത് എന്നാണ് അവിടുത്തെ ഒരു പ്രതിപക്ഷ നേതാവ് തന്നെ പറഞ്ഞത്. അതായത് ഇന്ത്യ വിരുദ്ധത കൂടുതൽ ആളിക്കത്തിക്കുക. ഇപ്പോൾ ഏകദേശം ഇന്ത്യ വിരുദ്ധമായ ഒരു സാഹചര്യം ഇവരുടെ ഇടയിലെങ്കിലും, ഇത്തരം വിഘടനവാദികൾക്ക് ഇടയിലെങ്കിലും ഷെരീഫ് ഉസ്മാൻ ഹാദി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഉണ്ടായ പ്രക്ഷോഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ കുറച്ചും കൂടി ഒന്ന് ആളിക്കത്തിക്കുന്നതിന് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തോടു കൂടി മാത്രമേ ബംഗ്ലാദേശിൽ സാധ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഷെരീഫ് ഉസ്മാൻ ഹാദി അങ്ങ് തട്ടിക്കളയായിരുന്നു ജമാഅത്തെ ഇസ്ലാമി. അതിനുശേഷം രാജ്യത്തെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നടന്നാൽ റിപ്പോർട്ട് ചെയ്യേണ്ട പത്രങ്ങളെ മുഴുവൻ അവർ നശിപ്പിച്ചു. അത് പ്രഥമാലോ ആയാലും ഡെയിലി സ്റ്റാർസ് ആയാലും ഇതിനൊക്കെ കത്തിച്ച് കളയുകയായിരുന്നു ബംഗ്ലാദേശിൽ നിന്നുള്ള ഈ ഭീകരവാദികൾ ചെയ്തത്. അത്തരമൊരു പദ്ധതി, അത്തരമൊരു ഒത്താശയെ ഇന്ത്യയിൽ, കേരളത്തിൽ ഇരുന്ന് ന്യായീകരിക്കുകയാണ്. അതായത് ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകത്തെ അല്ല, ഷെരീഫ് ഉസ്മാൻ ഹാദിയുടെ കൊലപാതകം നടന്ന അവസ്ഥയെ കണ്ണീരോടുകൂടി നോക്കിക്കാണുകയാണ് കേരളത്തിലിരുന്ന മീഡിയ 1 ചാനൽ. ഇവർ നടത്തുന്ന ഈ ദേശദ്രോഹ പ്രവർത്തനങ്ങൾ ഇനിയും പോയാൽ രാജ്യത്ത് വലിയ വിഘടനവാദ ശ്രമങ്ങൾ തന്നെ ഇവരുടെ ഈ സ്വാധീനം ഉപയോഗിച്ച് നടത്തുമെന്ന് ഏകദേശം ഉറപ്പാണ്. അതിന് PFI കേരളത്തിൽ ശ്രമം നടത്തിയിരുന്നു. നേരത്തെ തന്നെ നമ്മൾ മുൻ സൂചിപ്പിച്ചതുപോലെ PFI ഒരു വിഘടനവാദ ശ്രമത്തിലൂടെ ദക്ഷിണ ഭാരതത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ, വിഭജിക്കാൻ തന്നെയുള്ള ശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു എന്ന് NIA തന്നെ പട്യാല കോടതിയിൽ റിപ്പോർട്ട് നൽകുകയുണ്ടായി. അതോടൊപ്പം തന്നെ അന്തർദേശീയ രംഗങ്ങളിൽ ഇന്ത്യയെ ഏതൊക്കെ രീതിയിൽ അപമാനിക്കാമോ ആ രീതിയിലൊക്കെ അപമാനിക്കുകയും, അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്ന് ആയുധ ഇറക്കുമതികൾ നടത്തുകയും, സിറിയയിലേക്ക് പോയി ഭീകരവാദ പരിശീലനം നേടിയെടുക്കുകയും, ആ ഭീകരവാദികൾ കേരളത്തിൽ വന്ന ഇവരുടെ തന്നെ മറ്റ് ഭീകരവാദികൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന തരത്തിലുള്ള കാര്യപദ്ധതികൾ ഇവർ ആവിഷ്കരിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ അപ്പോൾ തന്നെ ഇവർക്ക് നിരോധനത്തിൽ ആകേണ്ടി വന്നു. പക്ഷേ അവരുടെ രാഷ്ട്രീയ മുഖമായ SDPI ഇന്ന് സജീവമായി കേരളത്തിലുണ്ട്. ഈ ഒരു അവസ്ഥ, ഈ ഒരു കാര്യങ്ങളെയൊക്കെ ന്യായീകരിക്കുകയും വളരെ കൃത്യമായ രീതിയിൽ ഭീകരവാദത്തെ മുന്നോട്ട് നീക്കുകയും ചെയ്യുന്ന എണ്ണയിട്ട യന്ത്രം പോലെ അതിനൊരു ചാലക ശക്തിയായിട്ടാണ് മീഡിയ 1 ചാനൽ പ്രവർത്തിക്കുന്നത്. ഇത്തരത്തിലുള്ള ചാനലുകൾ എന്തിന് കേരളത്തിൽ വേണം എന്ന് കേരളത്തിൻ്റെ പൊതുസമൂഹം ചിന്തിക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.